കാത്തിരുന്ന കേന്ദ്ര ബജറ്റ് കടന്നുപോയി. പതിവ് പോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സജീവമാണ്. അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപനമില്ലാത്തത് കേരളത്തോടുള്ള അവഗണനയാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ എന്ന മനുഷ്യൻ മറ്റൊരു കണക്കുകൂട്ടലിലാണ്. അദ്ദേഹം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് തന്റെ കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ്. നാളെ പൊന്നാനിയിൽ അദ്ദേഹം ഈ പദ്ധതിക്കായി ഒരു ഓഫീസ് തുറക്കുകയാണ്. 90-ാം വയസ്സിലും അദ്ദേഹം ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബജറ്റ് പ്രഖ്യാപനമില്ലായ്മയെ അദ്ദേഹം ഒരു പരാജയമായല്ല, മറിച്ച് ഒരു തയ്യാറെടുപ്പിനുള്ള സമയമായാണ് കാണുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ വലിയ ചിത്രം? നമുക്ക് പരിശോധിക്കാം. ബജറ്റിൽ ഒരു പദ്ധതി ഉൾപ്പെടുത്താത്തതിന് പിന്നിൽ കൃത്യമായ സാങ്കേതിക കാരണങ്ങളുണ്ടെന്ന് ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് ഒരേ ആവശ്യത്തിനായി 2 പദ്ധതികൾക്ക് കേന്ദ്രം ഒരിക്കലും അനുമതി നൽകില്ല. കേരള സർക്കാർ സിൽവർ ലൈൻ അഥവാ കേരള പദ്ധതി ഉപേക്ഷിച്ചുവെന്ന് കേന്ദ്രത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. സിൽവർ ലൈൻ എന്ന ഫയൽ റെയിൽവേ ബോർഡിന് മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ മറ്റൊരു അതിവേഗ പാതയ്ക്ക് വേണ്ടി പണം അനുവദിക്കാൻ കേന്ദ്രത്തിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രത്തെ അല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സിൽവർ ലൈൻ വേണ്ടെന്ന് ഒരു കത്ത് കേന്ദ്രത്തിന് നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. സിൽവർ ലൈൻ പദ്ധതി വലിയ ജനകീയ പ്രതിഷേധങ്ങൾ നേരിട്ടത് നാം കണ്ടതാണ്. 10,000-കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നും പരിസ്ഥിതി നശിപ്പിക്കുമെന്നുമുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന ബദൽ പാത ഈ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പരിഹരിക്കുകയാണ്. അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് 75% തൂണുകളിലൂടെയുള്ള പാതയാണ്. ഇതിലൂടെ ഭൂമി വിഭജിക്കപ്പെടുന്നില്ല, നീരൊഴുക്കുകൾ തടസ്സപ്പെടുന്നില്ല. ജനവാസ മേഖലകളിൽ വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിലും അത് ഭാവിയിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വരുന്ന ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത് കേരളത്തെ ഇന്ത്യയുടെ അതിവേഗ റെയിൽ ഭൂപടത്തിലേക്ക് നേരിട്ടെത്തിക്കാൻ പോകും. സിൽവർ ലൈൻ വൈകുന്നത് കൊണ്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഡൽഹി മീററ്റ് മാതൃകയിലുള്ള RRTS പദ്ധതിയെ ശ്രീധരൻ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. RRTS എന്നത് നഗരങ്ങളെയും മറ്റു പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു മെച്ചപ്പെട്ട മെട്രോ ട്രെയിൻ മാത്രമാണ്. ഇതിന് ഹൈസ്പീഡ് റെയിലിന്റെ വേഗത കൈവരിക്കാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന നമ്മുടെ ലക്ഷ്യം RRTS കൊണ്ട് നടക്കില്ല. കൂടാതെ ഇതിന്റെ പകുതിയിലധികം ചിലവ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള വായ്പയായിരിക്കണം. ഇത് കേരളത്തെ വലിയ കടക്കിണിയിലേക്ക് തള്ളിവിടും. അതുകൊണ്ടാണ് റെയിൽവേ മന്ത്രാലയത്തിന് 51% പങ്കാളിത്തമുള്ള ഒരു സംയുക്ത സംരംഭം വേണമെന്ന് അദ്ദേഹം വാശി പിടിക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപനം വരുന്നത് വരെ കാത്തുനിൽക്കാതെ അദ്ദേഹം ജോലി തുടങ്ങുകയാണ്. പൊന്നാനിയിൽ അദ്ദേഹം ഓഫീസ് തുറക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനാണ്. പദ്ധതിയുടെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരുടെ ആശങ്കകൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കടലാസിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അത് ജനകീയമായിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധവും വിശ്വാസ്യതയും ഈ പദ്ധതിക്ക് വലിയ കരുത്താണ് നൽകുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ കേന്ദ്രം ഇതിന് പച്ചക്കൊടി കാണിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഇത്രയും നല്ലൊരു പദ്ധതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നില്ല? ഇവിടെയാണ് രാഷ്ട്രീയ പോരുകൾ വില്ലനാകുന്നത്. സിൽവർ ലൈൻ എന്ന പേര് നിലനിൽക്കുമ്പോൾ പുതിയൊരു പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്രത്തിന് തടസ്സങ്ങൾ നേരിടും. തന്റെ പ്രായത്തെയും വ്യക്തിത്വത്തെയും പരിഹസിക്കുന്നവർക്ക് മറുപടിയായി പൊന്നാനിയിൽ പുതിയ ഓഫീസ് തുറന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. കേന്ദ്രത്തിൽ തനിക്കുള്ള സ്വാധീനവും വിശ്വാസ്യതയും ഉപയോഗിച്ച് കേരളത്തിന് ഈ പദ്ധതി നേടിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയും ഡൽഹി മെട്രോയും പണിത അനുഭവ സമ്പത്തുമായാണ് ഈ ശ്രീധരൻ സംസാരിക്കുന്നത്. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഭാരതത്തിന്റെ വികസന നട്ടെല്ല് നിർമ്മിച്ച എഞ്ചിനീയറാണ്. രാഷ്ട്രീയ ഈഗോകൾ മാറ്റിവെച്ച വികസനത്തെ വികസനമായി മാത്രം കണ്ടാൽ കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി ഈ അതിവേഗ പാത മാറും. ഈ ശ്രീധരൻ എന്ന മനുഷ്യൻ നൽകുന്ന ഈ ഉറപ്പ് കേരളം ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം മാറ്റത്തിന് വേഗത കൂടിയേ തീരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വികസനം എന്നത് വലിയ മതിലുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളുമല്ല, അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിരിക്കണം. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സമയം കളയാതെ സിൽവർ ലൈൻ എന്ന പരാജയപ്പെട്ട പദ്ധതി ഉപേക്ഷിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. മെട്രോമാന്റെ ഈ പുതിയ ഓഫീസും അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതിയും ഒരു വെല്ലുവിളിയാണ്.
അശാസ്ത്രീയമായ പദ്ധതികൾക്ക് മുന്നിൽ പ്രായോഗിക ഉയർത്തുന്ന വെല്ലുവിളി. കേരളത്തിന് വേണ്ടത് പിണറായി വിജയന്റെ വാശിയല്ല, ഈ ശ്രീധരന്റെ ദീർഘവീക്ഷണമാണ്. രാഷ്ട്രീയ ഈഗോകൾ മാറ്റിവെച്ച് വിശ്വസിക്കാവുന്ന ഒരു വിദഗ്ധന്റെ കയ്യിലേക്ക് ഈ പദ്ധതി കൈമാറാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അതോ വരും വർഷങ്ങളിലും വന്ദേ ഭാരതിന്റെ ട്രാക്കിലേക്ക് നോക്കി നമുക്ക് ഇരിക്കേണ്ടി വരുമോ? നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിവേഗ റെയിൽ പദ്ധതി കേന്ദ്ര ബജറ്റിൽ വന്നില്ല എന്നതിനെ കുറിച്ച് നിലവിളിക്കുന്നതിനേക്കാൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഈ പദ്ധതിക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ ഇപ്പോഴും നീങ്ങുന്നില്ല എന്നതാണ്. ഇവിടെയാണ് നാം മെട്രോമാൻ ഇ ശ്രീധരന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. ബജറ്റിൽ പ്രഖ്യാപനമില്ലാത്തതിന്റെ പേരിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം തയ്യാറല്ല. അതിനൊരു കാരണമുണ്ട്. കേന്ദ്ര സർക്കാർ വികസന വിരുദ്ധമായതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഒരു കേന്ദ്ര ബജറ്റിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് കൃത്യമായ DPR ഉണ്ടാവുകയും മുൻപിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും വേണം. സിൽവർ ലൈൻ എന്ന പുകമറ കേരളത്തിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുമ്പോൾ മറ്റൊരു പുതിയ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കാൻ കേന്ദ്രത്തിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് കേരളയിൽ വേണ്ട എന്നൊരു കത്ത് കേന്ദ്രത്തിന് നൽകാൻ ശ്രീധരൻ ഇത്രയധികം നിർബന്ധിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഒരു തോൽവിയല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള പുതിയൊരു വാതിൽ തുറക്കാനുള്ള താക്കോലാണ്. കേന്ദ്രത്തെ വെറുതെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ഭാഗത്തെ വീഴ്ചകൾ തിരുത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം പൊന്നാനിയിൽ ഓഫീസ് തുറക്കുന്നത്? അതൊരു വ്യക്തിയുടെ വാശിയല്ല. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് പൂർണ്ണ വിശ്വാസമുള്ള, ലോകം അംഗീകരിച്ച ഒരു സാങ്കേതിക വിദഗ്ധന്റെ ഉറച്ച ചുവടുവയ്പ്പാണ്. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അവ പരിഹരിച്ചുകൊണ്ട് ഒരു മികച്ച റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് 51% പങ്കാളിത്തമുള്ള ഒരു സംയുക്ത സംരംഭം വേണമെന്ന് അദ്ദേഹം പറയുന്നത് തന്നെ കേന്ദ്രത്തിന് ഈ പദ്ധതിയിലുള്ള വിശ്വാസവും പങ്കാളിത്തവും ഉറപ്പാക്കാനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കേരളം ആമയെ പോലെ ഇഴയേണ്ടവരല്ല, കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ചിറകു നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്രത്തെ കുറ്റപ്പെടുത്താതെ, പരിസ്ഥിതിയെ മുറിപ്പെടുത്താതെ, ജനങ്ങളെ ദുരിതത്തിലാക്കാതെ എങ്ങനെ ഒരു വൻകിട പദ്ധതി നടപ്പിലാക്കാമെന്നതിന് ഭാരതത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശ്രീധരൻ. ആ അനുഭവ സമ്പത്തിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ മണ്ണിലൂടെ 200 കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ കുതിച്ചു പായുന്ന ദിവസം വിദൂരമല്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് വികസനത്തെ രാഷ്ട്രീയ കണ്ണടയിലൂടെ കാണുന്നത് അവസാനിപ്പിക്കുക എന്നതാണ്. മെട്രോമാന്റെ ഈ ദൗത്യം വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.